ഇന്ന് തത്വ ഇന്ത്യയുടെ സഞ്ചാരപഥങ്ങൾ 11-ാം അധ്യായം ഇവിടെ ആരംഭിക്കുകയാണ്. പ്ലാറ്റോയുടെ ഭാവി ജീവിത സങ്കല്പത്തെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ അധ്യായത്തിൽ പരാമർശിച്ചിരുന്നത്. അതിൻ്റെ തുടർച്ചയിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ലോകപ്രശസ്തനായിട്ടുള്ള ദാർശനികൻ അരിസ്റ്റോട്ടിൽ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകളെ അധികരിച്ച് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അരിസ്റ്റോട്ടിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ സർവവിജ്ഞാനകോശമായി അറിയപ്പെട്ട ഒരു വലിയ ചിന്തകനായിരുന്നു. പ്ലാറ്റോയുടെ അക്കാദമിയിൽ 18 വയസ്സിൽ ചേർന്ന അരിസ്റ്റോട്ടിൽ പ്ലാറ്റോ മരിക്കുന്നത് വരെ ഏതാണ്ട് 20 വർഷം പ്ലാറ്റോയുടെ അക്കാദമിയിൽ സജീവമായി വിദ്യാർത്ഥി ജീവിതം നയിക്കുകയാണ് ചെയ്തത്. ക്രിസ്തുവിന് മുമ്പ് 322 പ്ലാറ്റോ മരിച്ചതിന് ശേഷം മാത്രമാണ് അദ്ദേഹം അക്കാദമി വിട്ടുപോയത്. യഥാർത്ഥത്തിൽ പ്ലാറ്റോയോട് വലിയ ആദരവുള്ള ഒരു വിദ്യാർത്ഥിയും എന്നാൽ പ്ലാറ്റോയെ നിശിതമായി വിമർശിക്കുന്ന വിദ്യാർത്ഥിയും ആയിരുന്നു അരിസ്റ്റോട്ടിൽ. പ്ലാറ്റോയുടെ പല കാഴ്ചപ്പാടുകളോടും അരിസ്റ്റോട്ടലിന് വിയോജിപ്പുണ്ടായിരുന്നു. അതേസമയം തത്വചിന്തയെ ഒരു വേറിട്ട ജ്ഞാനശാഖ എന്ന രീതിയിൽ രൂപപ്പെടുത്തിയതിൽ പ്ലാറ്റോ നിർവഹിച്ച വളരെ ഗൗരവമായ പങ്കിനെ ആവർത്തിച്ച് പ്രശംസിക്കുകയും അദ്ദേഹത്തോടുള്ള കടപ്പാടും അദ്ദേഹത്തോടുള്ള ദാർശനികമായ അദ്ദേഹത്തിൻ്റെ ആഭിമുഖ്യവും പല സന്ദർഭങ്ങളിലായി പല രചനകളിലായി അരിസ്റ്റോട്ടിൽ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണാൻ പറ്റും. അരിസ്റ്റോട്ടിലിനെ അന്ന് തന്നെ യഥാർത്ഥത്തിൽ ഒരു മഹാപ്രതിഭയായി, ഒരു സർവവിജ്ഞാനകോശ തുല്യമായ ജ്ഞാനിയായി സമൂഹം പരിഗണിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അദ്ദേഹം വിവിധങ്ങളായ ജ്ഞാനരൂപങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് പ്രവർത്തിച്ചത് എന്നുള്ളതാണ്. അതുവരെ വൈജ്ഞാനിക രംഗത്ത് പ്രകൃതിശാസ്ത്രപരവും സാംസ്കാരികവുമായ 2 മേഖലകളിലാണ് മുഖ്യമായി പ്ലാറ്റോ ഉൾപ്പെടെ സോഫിസ്റ്റുകൾ ഉൾപ്പെടെ സംവാദങ്ങളും ആഖ്യാനങ്ങളും നടത്തിയിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായി അരിസ്റ്റോട്ടിൽ വിജ്ഞാനത്തിൻ്റെ മിക്കവാറും എല്ലാ മേഖലകളിലേക്കും കടന്നു വരാൻ ശ്രമിച്ചു എന്നത് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം ഫിസിക്കലായിട്ടുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനം, ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികളെക്കുറിച്ച്, ജീവജാലങ്ങളെക്കുറിച്ച്, മൃഗങ്ങളെക്കുറിച്ച് അത്തരത്തിലുള്ള വലിയ പഠനങ്ങൾ മുന്നോട്ട് വെക്കുകയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടാക്സോണമി എന്ന് ഇന്ന് നമ്മൾ വളരെ ഗൗരവത്തിൽ വിശേഷിപ്പിക്കുന്ന വർഗീകരണങ്ങൾ നടത്താൻ ആരംഭിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ ഭരണഘടനകൾ ശേഖരിക്കാൻ വിവിധങ്ങളായിട്ടുള്ള രാജ്യങ്ങളിലെ, അന്നത്തെ നാട്ടുരാജ്യങ്ങളാണെങ്കിലും പ്രത്യേകിച്ച് ഈ യൂറോപ്യൻ കോണ്ടിനെൻറ്റിൽ പല ഭാഗങ്ങളിലും നിലനിന്നിരുന്ന ഭരണക്രമവുമായി ബന്ധപ്പെട്ടുള്ള ആലേഖനം ചെയ്യപ്പെട്ടതും അല്ലാത്തതുമായ ഭരണവ്യവസ്ഥയെ സംബന്ധിക്കുന്ന നിയമസംഹിതകൾ ഉൾപ്പെടെ ശേഖരിക്കാൻ 132ഓളം അത്തരത്തിലുള്ള ഭരണക്രമങ്ങളെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടുകൾ അടങ്ങുന്ന രേഖകൾ അദ്ദേഹം ശേഖരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള, ഇന്നിപ്പം വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഓളിഗാർക്കി പോലുള്ള പദങ്ങളൊക്കെ താരതമ്യേന കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാൻ അന്ന് അരിസ്റ്റോട്ടലിന് കഴിഞ്ഞു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇന്നത്തെ ഇന്ത്യൻ കോണ്ടക്സ്റ്റിൽ സാധാരണ അംബേദ്കറെ തുടർന്ന് ഉപയോഗത്തിൽ
ഉണ്ടായ ഒരു വാക്കാണ് ഓളിഗാർക്കി. പക്ഷേ നമുക്കറിയാം, അംബേദ്കറെ തുടർന്ന് വളരെ കാലം അംബേദ്കർ തന്നെ വിസ്മരിക്കപ്പെടുകയും അദ്ദേഹം മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകൾ വിസ്മരിക്കപ്പെടുകയും ചെയ്തു എന്നതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. പക്ഷേ അടുത്ത കാലത്ത് അതെല്ലാം വലിയ രീതിയിൽ ഉയർന്നു വരുമ്പോൾ ഈ പറയുന്ന ഓളിഗാർക്കിയെ സംബന്ധിക്കുന്ന ഓളിഗാർക്കി കൊണ്ടെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ സംവാദ വിഷയമാകുന്ന നമുക്ക് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു വരുന്നത്, അരിസ്റ്റോട്ടിൽ ഈ രാഷ്ട്രീയ ക്രമത്തെ സംബന്ധിക്കുന്ന ചെടികളുടെയും ജീവജാലങ്ങളുടെയും നിലനിൽപ്പും വളർച്ചയും വികാസവും വ്യത്യാസവും ഒക്കെ അടയാളപ്പെടുത്തുന്ന ആ രീതിയിലുള്ള ഭൗതിക ശാസ്ത്രപരമായിട്ടുള്ള പഠനങ്ങൾ ഒരു വശത്ത് നടത്തുകയും മറുവശത്ത് നമ്മൾ അതിഭൗതികമെന്ന് പലപ്പോഴും പറയുന്ന, അതിഭൗതികമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നേർക്കുനേരെ മറ്റ് പദാർത്ഥങ്ങൾ കാണിക്കുന്നത് പോലെ അല്ലെങ്കിൽ മറ്റ് ദ്രവ്യപരമായിട്ടുള്ള അസ്തിത്വത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത് പോലെ പ്രതിപാദിക്കാൻ കഴിയാത്ത, ആവിഷ്കരിക്കാൻ പറ്റാത്ത പല മേഖലകളും, ഉദാഹരണത്തിന് സൗന്ദര്യശാസ്ത്രപരമായ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ഭൗതികമായി നിലനിൽക്കുന്ന ഒരു കലാരൂപത്തെക്കുറിച്ചായിരിക്കും. പക്ഷേ അതിനെക്കുറിച്ചുള്ള തീർപ്പുകൾ പലപ്പോഴും എത്തുന്നത് നമ്മളുടെ സങ്കല്പത്തിലുള്ള അല്ലെങ്കിൽ വ്യക്തികളോ സമൂഹമോ ആന്തരവൽക്കരിച്ചുള്ള ആശയവുമായി ആദർശവുമായി ഒക്കെ ബന്ധപ്പെട്ടുള്ള തലത്തിലാണ്. അരിസ്റ്റോട്ടലിൻ്റെ സൗന്ദര്യശാസ്ത്ര സങ്കല്പം അക്കാദമികമായി വളരെ പ്രധാന വിഷയമെന്ന നിലയിൽ ഇപ്പോഴും പഠിക്കപ്പെടുന്നതാണ്. അതിലേക്ക് ഞാൻ പിന്നീട് പ്രത്യേകം തന്നെ ഒരു അധ്യായമായി അവതരിപ്പിക്കാമെന്നാണ് കരുതുന്നത്. കാരണം മൗലികമായി തന്നെ ചില സംഭാവനകൾ അരിസ്റ്റോട്ടിൽ ആ രംഗത്ത് നടത്തിയിരുന്നു. അതുകൊണ്ട് തീർച്ചയായും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അന്ന് പൂർണ്ണമായി അതിഭൗതിക സങ്കല്പങ്ങളായാണ് പരിഗണിച്ചത്. കാരണം സൗന്ദര്യം എന്ന് പറയുമ്പോൾ, നന്മ എന്ന് പറയുമ്പോൾ, നീതി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനെ സാമാന്യവൽക്കരിച്ച് പറയുക എന്നതിനെക്കുറിച്ച് ഇന്നത്തേതുപോലുള്ള വ്യക്തതയില്ലാത്ത ആണ് ഒരു കാരണം. മറുവശത്ത് ഇന്നും ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു പരിധിവരെ നിലനിൽക്കുന്ന അമൂർത്തമായിട്ടുള്ള പരികൽപ്പനകൾ ഇതിനെ, ഈ വിജ്ഞാനശാഖകളെ അതിഭൗതികത്തിൽ ഉൾപ്പെടുത്താൻ പ്രേരിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് അരിസ്റ്റോട്ടലിൻ്റെ ലൈബ്രറിയിൽ നിന്നാണ് മെറ്റാഫിസിക്സ് എന്ന വാക്ക് തന്നെ ഈ തത്വ ഇന്ത്യയിലേക്ക് കടന്നു വന്നത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഫിസിക്കലായ കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കുന്ന പുസ്തകങ്ങൾ ശേഖരിച്ചതിന് ശേഷം അരിസ്റ്റോട്ടിൽ സൂക്ഷിച്ചിരുന്ന പുസ്തകങ്ങൾ ആ കാലത്ത് സ്പേസിനെ സംബന്ധിക്കുന്ന, ടൈമിനെ സംബന്ധിക്കുന്ന, ഗോഡിനെ സംബന്ധിക്കുന്ന, സോളിനെ സംബന്ധിക്കുന്ന, ഇങ്ങനെ വേറിട്ട പെട്ടെന്ന് നമുക്ക് ദ്രവ്യപരമായ ഭാഷയിലോ അല്ലെങ്കിൽ പദാർത്ഥപരമായ ഭാഷയിലോ ആഖ്യാനപ്പെടുത്താൻ കഴിയാത്ത കാര്യങ്ങളായി കരുതിയിരുന്ന വിഷയങ്ങൾ എന്ന നിലയിലാണ് മെറ്റാഫിസിക്സ് എന്ന് യഥാർത്ഥത്തിൽ തത്വ ഇന്ത്യയിൽ പണ്ട് മുതലേ പറഞ്ഞു വരുന്നത്, ഇപ്പോഴും പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് അരിസ്റ്റോട്ടലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇങ്ങനെ വിജ്ഞാനത്തിൻ്റെ വിവിധങ്ങളായ മേഖലയിൽ കൈവെക്കുകയും അതെല്ലാം തന്നെ താരതമ്യേന മെച്ചപ്പെട്ട രീതിയിൽ, ഉയർന്ന രീതിയിൽ, വേറിട്ട ജ്ഞാനരൂപങ്ങൾ എന്ന രീതിയിൽ ധാരാളം പുസ്തകങ്ങൾ അരിസ്റ്റോട്ടിൽ രചിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ പുസ്തകങ്ങളാണെങ്കിലും ധാരാളം വേറിട്ട വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന വേറിട്ട പുസ്തകങ്ങൾ അരിസ്റ്റോട്ടിൽ രചിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ രീതിയിൽ വ്യത്യസ്തമായ വിഷയങ്ങൾ പ്രതിപാദിക്കുന്നത് ആണ് എന്നും നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അരിസ്റ്റോട്ടലിനെ വളരെ വലിയ രീതിയിൽ വിമർശിക്കുന്ന ആധുനിക ചിന്തകരിൽ ഒരാളാണ് ഇമ്മാനുവൽ കാന്റ്. ഇമ്മാനുവൽ കാന്റ് യഥാർത്ഥത്തിൽ അരിസ്റ്റോട്ടലിനെതിരായ വിമർശനം ഉന്നയിക്കുന്ന ഏതാണ്ട് 2000 കൊല്ലങ്ങൾക്ക് ശേഷമാണ്. അതുകൊണ്ട് കാന്റ് തന്നെ പറയുന്നുണ്ട്, ഈ 2000 കൊല്ലങ്ങളും അരിസ്റ്റോട്ടലിനെ മറികടക്കുന്ന ഒരു ദാർശനികൻ ഉണ്ടായില്ല എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ആ ഒരു മഹത്വം അല്ലെങ്കിൽ ആ ഒരു സംഭാവന ആ അർത്ഥത്തിൽ, കാരണം പിന്നീട് വന്നിട്ടുള്ള ദാർശനികരൊക്കെ
അരിസ്റ്റോട്ടലിന് പല രീതിയിൽ കീഴടങ്ങിപ്പോയി എന്നാണ്. ഈ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഷയില്ല, അറബി ഭാഷ ഉൾപ്പെടെ ഇബ്നു റുഷ്ദിനെ പോലുള്ള വലിയ ദാർശനികർ ഉൾപ്പെടെ, അവറോസ് എന്ന ഇംഗ്ലീഷുകാരും ഇബ്നു റുഷ്ദ് എന്ന് അറബികളും പറയുന്ന ഇബ്നു റുഷ്ദ് ഉൾപ്പെടെയുള്ള ദാർശനികരൊക്കെ തന്നെ അരിസ്റ്റോട്ടലിന് അപ്പുറത്തില്ല, അല്ലെങ്കിൽ അരിസ്റ്റോട്ടലിനെ കവച്ചു വെക്കുന്ന ഒരു ദാർശനിക സമീപനം അത്ര എളുപ്പമല്ല എന്ന രീതിയിൽ സമീപനങ്ങൾ സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ കൃതികൾ പരിഭാഷപ്പെടുത്തുകയും ചെയ്തു എന്നത് ചരിത്രത്തിലെ എക്കാലത്തും നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്, ചരിത്രപരമായൊരു സത്യമാണ്. അപ്പം അതുകൊണ്ട് അരിസ്റ്റോട്ടിൽ ദീർഘകാലം 2000-ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലെ ശരിയോ തെറ്റോ എന്നത് നോക്കാതെ ദാർശനികർ, ചിന്തകർ, പല രീതിയിൽ ഇത്തരം കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന ആളുകളൊക്കെ തന്നെ പിന്തുടരുകയാണ് ഉണ്ടായിട്ടുള്ളത്. മധ്യകാല ചിന്തകരായാലും മധ്യകാല ക്രൈസ്തവ ചിന്തകരായാലും മുസ്ലിം ചിന്തകരെ അല്ലെങ്കിൽ അറബ് ചിന്തകരായാലും ഒക്കെ തന്നെ അതിനെ പിന്തുടർന്ന് പോയതായിട്ട് നമുക്ക് ഒരു വലിയ പരിധിവരെ പിന്തുടർന്ന് പോയതായി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്നിവിടെ അരിസ്റ്റോട്ടലിൻ്റെ ലോജിക്ക് എന്നതാണ് ഒരു പ്രത്യേക വിഷയം എന്ന രീതിയിൽ ഞാനിവിടെ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അരിസ്റ്റോട്ടലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവനയായി അക്കാദമിക രംഗത്ത് കാണുന്ന ഒരു വിജ്ഞാന രൂപം തർക്കശാസ്ത്രം അഥവാ ലോജിക് ആണ്. കാരണം കാന്റ് പറയുന്ന പോലെ 2000 കൊല്ലത്തോളം ആ ഒരു ലോജിക്ക് മാത്രമാണ് ചിന്തകരൊക്കെ തന്നെ വലിയ രീതിയിൽ ഉയർത്തിപ്പിടിക്കുകയും പിന്തുടരുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ അരിസ്റ്റോട്ടലിൻ്റെ ലോജിക്ക് എന്നത്, അരിസ്റ്റോട്ടലിൻ്റെ തർക്കശാസ്ത്രം എന്നത് എന്താണ് എന്ന് പ്രതിപാദിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ ഒരു ദിവസത്തെ അവതരണത്തിൽ പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ അരിസ്റ്റോട്ടലിൻ്റെ ലോജിക്കിൻ്റെ ഒരു തുടർച്ച യഥാർത്ഥത്തിൽ ഇന്ന് നമുക്ക് കാണാൻ പറ്റും. അരിസ്റ്റോട്ടൽ ലോജിക്ക് സമ്പൂർണ്ണമായി അസ്തമിച്ചു പോയി എന്ന് ഇതിനർത്ഥമില്ല. കാരണം ഇപ്പോഴത്തെ മോഡേൺ ലോജിക്ക് എന്ന് പറയുന്ന സിംബോളിക് ലോജിക്ക്, അല്ലെങ്കിൽ പ്രതീകങ്ങൾ ഉപയോഗിച്ചുള്ള, ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്വാണ്ടിഫൈ ചെയ്യുന്ന, അതായത് മാനകമായി പറയാൻ കഴിയുന്ന രീതിയിലേക്ക് തർക്കത്തെ പരിവർത്തിപ്പിക്കുന്ന, ഭാഷാന്തരം ചെയ്യുന്ന പുതിയ ഗോട്ട്ലോബ്, ഫഗെ ഉൾപ്പെടെയുള്ള ആളുകളുടെ, ഇപ്പോൾ ഫഗെ ആണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ പുതിയൊരു തർക്ക രൂപം മുന്നോട്ട് വെക്കുകയും ഇപ്പോഴും വിദ്യാർത്ഥികളോ അധ്യാപകരൊക്കെ പിന്തുടരുന്ന ഈ സിംബോളിക് ലോജിക്ക് എന്ന് പറയുന്ന വൈജ്ഞാനിക രൂപം വികസിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ അവിടെ പോലും ഇതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ അരിസ്റ്റോട്ടിലിൻ്റെ തത്വങ്ങളാണ് എന്നുകൂടി ആനുഷികമായി ഞാനിവിടെ പരാമർശിക്കുകയാണ്. ഫഗെ ഉൾപ്പെടെയുള്ള ആധുനിക ചിന്തകരെക്കുറിച്ചുള്ള അവതരണങ്ങൾ പിന്നീട് ഉണ്ടാവുമെന്നതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ ഈ സന്ദർഭത്തിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ തന്നെ അരിസ്റ്റോട്ടലിൻ്റെ ലോജിക്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഖണ്ഡനങ്ങൾ നടന്നിട്ടുള്ളത് ഭൗതികവാദപരമായിട്ടുള്ള, അനുഭവജ്ഞാനവാദപരമായിട്ടുള്ള ജ്ഞാനരൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദർശനങ്ങളുടെ മണ്ഡലങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. വൈരുദ്ധ്യാത്മക ചിന്ത, ഹെഗലിനെ തുടർന്ന് വന്നിട്ടുള്ള വൈരുദ്ധ്യാത്മക ചിന്തകളുടെ മണ്ഡലത്തിൽ അരിസ്റ്റോട്ടലിനെ വിമർശിക്കുന്ന, അരിസ്റ്റോട്ടലിൻ്റെ ലോജിക്കിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള സമീപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും ഈ സമീപനങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ പോലും അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന തർക്കശാസ്ത്ര വിഷയം മുന്നോട്ട് വെച്ചത് എന്ന് തന്നെ പറയേണ്ടി വരുന്നത് പാശ്ചാത്യ തർക്കശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഈ പിതാവ് എന്ന സങ്കല്പത്തോട് വ്യക്തിപരമായി വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ മുമ്പ് ഒരു പരാമർശിതമായി ബന്ധപ്പെടുത്തി നടത്തിയിരുന്നു. നമ്മൾ ഭാഷാപിതാവ് എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ അസംബന്ധമാണ് എന്നുള്ളത്. അതുപോലെ തന്നെ ആണ് ഇത്തരത്തിലുള്ള ഈ സങ്കല്പം പലപ്പോഴും ഉണ്ടാകുന്നത്. പക്ഷേ ഭാഷാപിതാവ് എന്ന് പറയുന്നതും ഇതുമായി ഒരു വ്യത്യാസമുണ്ട്. കാരണം ഭാഷ എന്നുള്ളത് ജനങ്ങളിൽ നിന്ന് ഉണ്ടാവുന്നത് തന്നെയാണ്. ജനങ്ങളുടെ ദൈനംദിന വ്യവഹാരങ്ങളിൽ നിന്ന്, ഇടപാടുകളിൽ നിന്ന്, അധ്വാനത്തിൽ നിന്ന്,
അവരുപയോഗിക്കുന്ന തൊഴിലിൻ്റെ മണ്ഡലത്തിലും ഉപകരണത്തിൻ്റെ മണ്ഡലങ്ങളിലും ക്രയവിക്രയങ്ങളിലും ഒക്കെ കൂടി വികാസം പ്രാപിക്കുന്നതാണ്. അതിന് ഒരു പിതാവ് എന്ന സങ്കല്പം വളരെ അതിഭൗതികവാദപരവും അസംബന്ധപരവും ആകുന്നത് പോലെ ഈ ലോജിക്കിൻ്റെ ഒരു പിതാവ് എന്ന് പറയുന്ന അസംബന്ധമാവുന്നില്ല. കാരണം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വ്യവസ്ഥ എന്ന രീതിയിൽ തർക്കശാസ്ത്രം അരിസ്റ്റോട്ടലിന് മുമ്പില്ല. അപ്പോൾ അരിസ്റ്റോട്ടലാണ് അത് കണ്ടുപിടിച്ചത് എന്ന അർത്ഥത്തിൽ. നമ്മളിപ്പോൾ അണുശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് പറയുമ്പോൾ അണുശാസ്ത്രം എന്നുള്ളത് ഒരു പ്രത്യേക സന്ദർഭത്തിൽ കണ്ടുപിടിച്ചു എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാനുള്ള അവകാശമുണ്ട്. സ്വാഭാവികമായിട്ടും അതിന് മറ്റൊരു അവകാശം വരുന്നത് വരെയെങ്കിലും അത് ഉപയോഗിക്കാം. മറ്റത് വളരെ വിസിബിളി തന്നെ, പ്രത്യക്ഷത്തിൽ തന്നെ ജനങ്ങളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതാണ് ഭാഷ എന്നുള്ളത്. ഭാഷ ഒരിക്കലും അവസാനിക്കുന്നില്ലല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മൾ നിഘണ്ടുക്കൾ ഒരിക്കലും പൂർണ്ണമാകുന്നില്ല എന്ന് ജാക്ക് ദെർദ പറയുന്നത്. കാരണം നിഘണ്ടുവിൽ എല്ലാ കൊല്ലവും ഇപ്പോൾ സത്യാനന്തരം എന്നുള്ള വാക്ക് 2012 മാത്രമാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ ചേർക്കുന്നത്. അതുവരെ സത്യാനന്തരം എന്നുള്ള പോസ്റ്റ് ട്രൂത്ത് എന്നുള്ള ഒരു പരികൽപ്പന നമ്മളെ നിഘണ്ടുക്കൾ നോക്കിയാൽ നമുക്ക് ലഭ്യമല്ല. അപ്പോൾ അങ്ങനെ വാക്കുകൾ ഉണ്ടാവുന്നത് നമ്മുടെ ദൈനംദിന വ്യവഹാരങ്ങളിൽ നിന്ന്, നമ്മുടെ ഇടപാടുകളിൽ നിന്ന്, നമ്മുടെ ധാരണകളിൽ നിന്ന് ആണ് ഉണ്ടാവുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന കൊടുവാളും കത്തിയാളും കൈക്കോട്ടും ഒക്കെ ഭാഷയുടെ ഭാഗമായി തീരുകയാണ്. അത് ഏതെങ്കിലും ഒരു പിതാക്കന്മാർ, എഴുത്തുകാർ ഉണ്ടാക്കുന്നതല്ല എന്നുള്ളത് പോലെ. ഞാനിത് കൂടി ഇവിടെ സൂചിപ്പിക്കുന്നത്, നമ്മുടെ സമൂഹത്തെ ഈ തത്വചിന്ത എന്നുള്ളത് അതിൻ്റെ ആരംഭം മുതൽ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ജ്ഞാനരൂപങ്ങളിൽ ഉൾപ്പെടെ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങളെ ദൂരീകരിക്കുക എന്നൊരു ദൗത്യം കൂടി നിർവഹിച്ചുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ അന്ധവിശ്വാസങ്ങൾ കൂടി ദൂരീകരിക്കുന്നില്ലെങ്കിൽ നമ്മൾ നിലനിൽക്കുന്ന ഇത്തരത്തിലുള്ള അസംബന്ധ ജടിലമായ പല ധാരണകളും സമൂഹത്തെ വീണ്ടും വീണ്ടും പിന്നോട്ടേക്ക് കൊണ്ടുപോകും. അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ദൗത്യം കൂടി നിർവഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഈ തത്വചിന്തയുടെ ചരിത്രത്തിലൂടെ സഞ്ചരിക്കുന്നതും പഠിക്കുന്നതും ഒക്കെ വ്യർത്ഥമായി പോകുമല്ലോ. അപ്പോൾ അരിസ്റ്റോട്ടലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്ലാറ്റോയുടെ അടുത്ത ആരാധനയോടെ പ്ലാറ്റോയെ സമീപിച്ച ഒരു ദാർശനികനാണ്. പക്ഷേ അതേസമയം പ്ലാറ്റോയെ വിമർശിക്കുന്നതിന് അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല. കാരണം വിമർശിക്കാതെ ചിന്തകൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളൊരു ധാരണ, നമ്മളൊരാളെ ആരാധിക്കുകയാണെങ്കിൽ ആരാധിക്കുക എന്നുള്ളതാണ്. നമ്മൾക്കൊരു തരം ഹീറോ വർഷിപ്പാണ് എല്ലാ മണ്ഡലത്തിലും. ഈ ഹീറോ വർഷിപ്പ് എന്നുള്ളത് തന്നെ അങ്ങേയറ്റം അപകടകരമാണ്. അപ്പോൾ നമ്മളിപ്പോൾ നന്നായി കളിക്കുന്ന ഒരു കളിക്കാരനെ നമ്മൾക്ക് ഒരു ആരാധന തോന്നും, കാരണം അയാൾ നന്നായി കളിക്കുന്നുണ്ട്. അതേസമയത്ത് അതിൻ്റെ കൂടുതൽ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ മണ്ഡലത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ആ ആരാധന എന്നുള്ളത് മാറ്റേണ്ടി വരും. കാരണം നമ്മൾ നേരത്തെ നമ്മളുടെ ആരാധന എങ്ങനെയാണോ നിന്നത് അതുപോലെ ഇപ്പം നിൽക്കില്ല. ഇപ്പം കോങ്കോ എന്ന് പറയുന്ന ചെറിയ രാജ്യം ഫുട്ബോൾ കളിക്കുമ്പോൾ ജയിക്കണം എന്ന് നമുക്ക് പലർക്കും തോന്നുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? അവിടെ നമ്മളുടെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഐഡിയോളജിക്കലായിട്ടുള്ള താല്പര്യവും ധാരണയൊക്കെ മാറി എന്നുള്ളതാണ്. കാരണം ഫ്രാൻസുമായി ഏറ്റുമുട്ടുന്ന ഒരു രാജ്യം ഇപ്പുറത്ത് വളരെ ചെറിയ ഒരു സാധാരണ രാജ്യം, വളരെ കാലം ഈ അടിമ രാജ്യമായിട്ടുള്ള അല്ലെങ്കിൽ കോളനി ആയിട്ടുള്ള രാജ്യം ആകുമ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായിട്ട് അവിടെയാണ് നമ്മളെ അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നമ്മൾ ഈ ആരാധനയുടെ തലത്തിലുള്ള ഈ ഹീറോ വർഷിപ്പ് എന്നുള്ളത് മറികടക്കാൻ അരിസ്റ്റോട്ടലിന് കഴിഞ്ഞിരുന്നു. അരിസ്റ്റോട്ടലിന് പല പരിമിതികളുണ്ടെങ്കിലും ആ സങ്കല്പത്തെ ചോദ്യം ചെയ്യാനും അരിസ്റ്റോട്ടലിന് കഴിഞ്ഞിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം സിസ്റ്റമാറ്റിക്കായ ഒരു ലോജിക്ക്, തർക്കശാസ്ത്ര കൃതി മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഈ തർക്കശാസ്ത്ര കൃതിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ ചിന്തയുമായി ബന്ധപ്പെട്ട, വിചാരവുമായി ബന്ധപ്പെട്ട കൃതിയാണ്. തത്വചിന്ത പൊതുവെ പ്രതിപാദിക്കുന്നത് എങ്ങനെയായിരിക്കണം എന്നുകൂടി പറയാനുള്ള ഒരു ശ്രമം യഥാർത്ഥത്തിൽ അരിസ്റ്റോട്ടൽ ഇവിടെ നടത്തുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, ഏത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായ ഒരുപാട് പ്രതികരണങ്ങളുണ്ടാവും. ഇപ്പം നമ്മൾ ആളുകൾ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ ആജ്ഞാപിക്കുന്നു, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇതൊക്കെ സ്വാഭാവികമായി നമ്മളുടെ ആഖ്യാനങ്ങളുടെ ഒരു ഭാഗം തന്നെയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ആഖ്യാനങ്ങളൊന്നും തത്വചിന്തയുടെ ഭാഗമായി കടന്നു വരേണ്ടതില്ല എന്നൊരു സങ്കല്പമാണ് അരിസ്റ്റോട്ടൽ മുന്നോട്ട് വെക്കുന്നത്. കാരണം അത്
കൃത്യമായി ഒന്നുകിൽ ശരിയോ അല്ലെങ്കിൽ തെറ്റോ ആവുന്ന ഒരു പ്രസ്താവമായി മാറുന്നില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ട്, പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടായി നമുക്ക് അരിസ്റ്റോട്ടിൽ കാണാൻ പറ്റും. കാരണം നമ്മൾ വികാരം പ്രകടിപ്പിക്കുന്ന ഭാഷ, സാഹിത്യത്തെ പോലുള്ള ഭാഷ, പലപ്പോഴും നമ്മൾ ഇന്നിപ്പം പത്രഭാഷ പോലും അങ്ങനെയാണ്. ആ ഭാഷയിൽ നമ്മൾ വികാരം കൂടി ഉൾക്കൊള്ളുന്നത് കൊണ്ട് അതിൽ ധാരാളം രൂപകങ്ങളുണ്ടാവും, അലങ്കാരങ്ങളുണ്ടാവും. അപ്പോൾ ഈ രൂപകങ്ങളും അലങ്കാരങ്ങളും ഒക്കെ നമ്മുടെ ഭാഷയുടെ ഭാഗം തന്നെയാണ്. പക്ഷേ തർക്കശാസ്ത്രപരമായിട്ടുള്ള ദാർശനികമായ കൃതികളെ സംബന്ധിച്ചിടത്തോളം അത് മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകൾ ലോസ് ഓഫ് തോട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണമെന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ലോസ് ഓഫ് തോട്ട് എന്നുള്ളത് ചിന്തയുടെ നിയമങ്ങൾ, അത് വിചാരത്തിൻ്റെ നിയമങ്ങളാണ്, വികാരത്തിൻ്റെ നിയമങ്ങളല്ല. അത് നമ്മളുടെ ആഹ്വാനത്തിൻ്റെയോ അല്ലെങ്കിൽ കമാൻഡിൻ്റെയോ അല്ലെങ്കിൽ നമ്മളെ ചോദ്യങ്ങളുടെയോ അല്ലെങ്കിൽ നമ്മളുടെ എന്താണ് പറയുക, നമ്മളിപ്പം ദുഃഖം, സങ്കടം വരുമ്പോൾ ചില പ്രത്യേക വാക്കുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് അതിയായ സന്തോഷം വരുമ്പം ചില പ്രത്യേക രീതിയിൽ വാക്ക് ഉപയോഗിക്കാം. അതുപോലെ സൗന്ദര്യപരമായിട്ടുള്ള നമ്മളുടെ ചില അനുഭൂതികൾ വേണ്ടി നമ്മൾ പല രീതിയിലുള്ള അലങ്കാരപരമായിട്ടുള്ള പദങ്ങളും ഉപയോഗിക്കാം. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ലോജിക്കിനെ സംബന്ധിച്ചിടത്തോളം ലോജിക്കലായി സംസാരിക്കുക എന്ന് പറയുമ്പം അത് ലോസ് ഓഫ് തോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ചിന്തയുടെ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാവണം. എന്താണ് ഈ ചിന്തയുടെ നിയമങ്ങൾ? ചിന്തയുടെ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ ചിന്തയുടെ നിയമങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി അതിൻ്റെ ഒരു ഭാഗമായി ഞാൻ പറയാം. കാരണം അത് കൂടി അരിസ്റ്റോട്ടിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മളിപ്പോൾ ഈ ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകളിൽ അല്ലെങ്കിൽ തർക്കശാസ്ത്രപരമായിട്ടുള്ള യുക്തിപരമായിട്ടുള്ള ഈ പ്രസ്താവങ്ങളിൽ ഒക്കെ പദങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. അപ്പം പദങ്ങൾ എന്നുള്ളത് വാക്കുകൾ എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള വാക്കും ആവാം. പക്ഷേ പദങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും അത് ഒരു കൃത്യമായ ഒരു പ്രമേയത്തെ, അത് ഒന്നുകിൽ ഒരു ആക്കിയായിരിക്കും അല്ലെങ്കിൽ ആഖ്യാതമായിരിക്കും. എൻ്റെ ആക്കിയും ആഖ്യാതമൊന്നും എനിക്ക് വേണ്ട, ലൊട്ടിലൊടുക്ക് ആഖ്യാതം എന്ന് ബഷീർ പറയുന്നുണ്ട്. കാരണം അദ്ദേഹം സാഹിത്യമാണ് എഴുതുന്നത്. അതുകൊണ്ട് സഹോദരനായിട്ടുള്ള അബ്ദുൽ ഖാദർക്ക്, അധ്യാപകനായിട്ടുള്ള അബ്ദുൽ ഖാദർക്ക് അത് ഇക്കൊള്ളുന്നില്ല എന്ന ഒരർത്ഥത്തിലാണ്. മാത്രമല്ല അത് വ്യവസ്ഥയോടുള്ള മറ്റൊരു തരത്തിലുള്ളൊരു പ്രതികരണമാണത്, അതിൻ്റെ ലൊട്ടിലൊടുക്ക് ആക്കിയും ആക്കിയാതൊക്കെ. പക്ഷേ ഇവിടെ അരിസ്റ്റോട്ടിൽ സംസാരിക്കുന്നത് വളരെ കൃത്യമായി പൊളിറ്റിക്കലായിട്ടുള്ള, നമ്മളിന്ന് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊക്കെ പറയുമല്ലോ, ആ രീതിയിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൽ പല സന്ദർഭത്തിലും അരിസ്റ്റോട്ടിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അത് മറ്റൊരു കാര്യം, അതിലേക്ക് പിന്നീട് ഞാൻ വരുന്നതാണ്. കാരണം അരിസ്റ്റോട്ടിൽ ധാരാളം അധ്യായങ്ങളായി സംസാരിക്കാൻ മാത്രം വിസ്തൃതിയുള്ളൊരു ദാർശനികനാണ്. എന്നാലും വല്ലാതെ നീട്ടിക്കൊണ്ടുപോയില്ല. പക്ഷേ എങ്കിൽ പോലും 3-4 അധ്യായങ്ങളെങ്കിലും ഇല്ലാതെ അരിസ്റ്റോട്ടലിനെ കുറിച്ച് നമുക്ക് പ്രതിപാദിച്ച് അദ്ദേഹത്തോട് നീതി പുലർത്താൻ കഴിയില്ല എന്നൊരു വസ്തുത ഉണ്ട്. അതുകൊണ്ട് അരിസ്റ്റോട്ടിൽ നമ്മൾ ഈ ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ എപ്പോഴും അതിന് നിശ്ചിതമായിട്ടുള്ള അർത്ഥം സൂചിപ്പിക്കാൻ കഴിയുന്ന പദങ്ങളായിരിക്കണം. അതിൻ്റെ സവിശേഷത കൂടി പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച്, ആ പദങ്ങളും മറ്റ് പദങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ച് ഒക്കെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അതിലേക്കും ഞാൻ പിന്നീട് വരാം. അപ്പോൾ ഈ പ്രസ്താവങ്ങൾ, നമ്മളിന്ന് പ്രസ്താവങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നേരത്തെ കഴിഞ്ഞ ആദ്യ സന്ദർഭത്തിൽ ഞാൻ ലോജിക്കിനെക്കുറിച്ച് ഒരു പരാമർശം നടത്തിയപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു എഴുത്തുകാരൻ KN അഹമ്മദ് എന്ന് പറയുന്ന ഒരു അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ കൃതിയാണിത്. ഈ കൃതി യഥാർത്ഥത്തിൽ തർക്കശാസ്ത്ര സംഗമം, ഇത് പ്രസിദ്ധീകരിച്ച 1962 കോഴിക്കോട്ട് ദേശാമയിൽ നിന്നാണ് ഇത് അച്ചടിച്ചിട്ടുള്ളത്. PK ബ്രദേഴ്സാണ് ഇത് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പുസ്തകത്തെക്കുറിച്ച് പറയാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇത് കേരളത്തിലെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മലയാളത്തിൽ ആദ്യമായി ഉണ്ടായിട്ടുള്ള ഒരു തർക്കശാസ്ത്ര സംബന്ധമായിട്ടുള്ള പുസ്തകമാണ്. രണ്ടാമത്തൊരു കാര്യം, ഇത്രയും സമഗ്രമായ രീതിയിൽ
ഒരു പുസ്തകം 450ഓളം പേജ് ഉണ്ടായിട്ടും 447 പേജ് ഉള്ള ഈ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടും ഈ പുസ്തകത്തെ മറ്റെവിടെയും പിൽക്കാലത്ത് പരാമർശിച്ചില്ല എന്നത് അതിൽ നമ്മുടെ ഒരു പ്രെജുഡിസ് അല്ലെങ്കിൽ വിവേചനം ഉണ്ട് എന്നതുകൂടി ഒരു യാഥാർത്ഥ്യമാണ്. ഈ വിവേചനം ഇപ്പോഴും തുടരുന്നു എന്നതുകൊണ്ട് കൂടി ഇതിവിടെ പരാമർശിക്കേണ്ടത്. ഈ പുസ്തകത്തിന് ആമുഖം എഴുതിയിട്ടുള്ളത് അന്നത്തെ മടപ്പള്ളി കോളേജ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനവിടെ 5 കൊല്ലം പഠിച്ചൊരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഈ 1957 തന്നെയാണ് ആ കോളേജ് ഉണ്ടായതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും ഞാനവിടെ പഠിച്ച ഒരു വിദ്യാർത്ഥി, 77 മാത്രമാണ് ഞാൻ അവിടുന്ന് ഡിഗ്രി പൂർത്തിയായി പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ ആ കോളേജ് എന്ന് പറയുമ്പോൾ അതിനോടൊരു വൈകാരികമായ ഒരു ഇതുകൂടി ഉള്ളത് കൊണ്ട് അവിടുത്തെ അന്നത്തെ പ്രിൻസിപ്പാളായിട്ടുള്ള ഷാ ആണ് ഇതിൻ്റെ ഈ ആമുഖം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പുസ്തകം, തർക്കശാസ്ത്ര സംബന്ധമായിട്ടുള്ള ഈ ഒരു പുസ്തകം ഈ സന്ദർഭത്തിൽ ഓർക്കുകയും പരാമർശിക്കുകയും ചെയ്യുക എന്നുള്ളതിന് ഒരു സാമൂഹികമായിട്ടുള്ള ഒരു ദൗത്യം കൂടി നിർവഹിക്കാനുണ്ട് എന്നുകൂടി ഇവിടെ പരാമർശിക്കുകയാണ്. അപ്പം ഈ ഇത്രയും കാരണം വലിയ പണി ഈ ഉണ്ടല്ലോ, ഇതുപോലുള്ളൊരു പുസ്തകം അന്നത്തെ കാലത്ത്, ഇന്നാണെങ്കിൽ നമുക്കൊരു വാക്കൊക്കെ കണ്ടെത്താൻ ഒരുപാട് വഴികളുണ്ട്. ഇപ്പോൾ ഈ മലയാളത്തിൽ പദങ്ങൾ ലഭ്യമല്ലാത്തൊരു കാലത്ത് 1957 മാത്രമാണ്, 47 കേരളത്തിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും 57 മാത്രമാണ് ഒരു ഏകീകൃതമായ സിലബസോടുകൂടി പാഠ്യപദ്ധതികൾ വരുന്നത്. അങ്ങനെ പാഠ്യപദ്ധതികൾ വരുന്നതിൻ്റെ ഭാഗമായി ഐച്ഛിക വിഷയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ തർക്കശാസ്ത്രവും അതിൽ ഉൾപ്പെടുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ശ്രമത്തിന് മുതിരുന്നത് എന്നതിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ എഴുത്തുകാരനായിട്ടുള്ള എൻ അഹമ്മദ് പ്രസ്താവിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ആമുഖം എഴുതിയ സെയ്ദ് മുഹിദ്ദീൻ ഷാ MALT എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബിരുദമാണ്. അന്നത്തെ ഈ കോളേജ് പ്രിൻസിപ്പാളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്കോളർഷിപ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ വിഷയത്തിലുള്ള അവഗാഹം യഥാർത്ഥത്തിൽ ഈ ആമുഖം വായിച്ച് പോകുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് ഇത്തരത്തിലൊരു പുസ്തകം പിൽക്കാലത്ത് 1968 മുതൽ നമുക്ക് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ വായിച്ചെടുത്തോളം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നുള്ള തർക്കശാസ്ത്ര പുസ്തകത്തേക്കാൾ എത്രയോ മികച്ച ഒരു പുസ്തകമാണ് ഈ പുസ്തകം എന്നത് കൂടിയാണ് ആനുഷികമായിട്ട് ആണെങ്കിലും സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകത്തിൽ ഇതിനൊക്കെ അന്നത്തെ ഒരു സാഹചര്യത്തിനകത്ത് നിന്നുകൊണ്ട് പദങ്ങൾ മലയാളത്തിൽ കണ്ടെത്താനും ഇതൊക്കെ താരതമ്യേന കൃത്യമായി തന്നെ, കാരണം അരിസ്റ്റോട്ടലിൻ്റെ സില്ലോയിസമായാലും യൂക്ലീഡിയൻ തിയറി ആയാലും അതിനുശേഷം വന്ന ലോജിക്കിലുള്ള JS മിൽ ഉൾപ്പെടെയുള്ള ആളുകളുടെ, ജോൺ സ്റ്റുവാർട്ട് മിൽ ഉൾപ്പെടെയുള്ള ആളുകളുടെ നിഗമന ശാസ്ത്രമായാലും ഇതൊക്കെ വിശദീകരിക്കാനുള്ള ശ്രമം കൂടി നടത്തുന്നുണ്ട്. അതുകൊണ്ട് അരിസ്റ്റോട്ടലിൻ്റെ തർക്കശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അരിസ്റ്റോട്ടിൽ ലോസ് ഓഫ് തോട്ട് എന്ന് പറയുന്ന തത്വചിന്തയെ സംബന്ധിച്ചും ഇപ്പോഴും ഈ രൂപപരമായി മാത്രം ചർച്ച ചെയ്യുന്ന മിക്കവാറും എല്ലാ ആഖ്യാനങ്ങളിലും അടിസ്ഥാനമായി സൂക്ഷിക്കുന്ന സങ്കല്പം അരിസ്റ്റോട്ടിൽ മുന്നോട്ട് വെക്കുന്നു. അതിൽ ഒന്നാമത്തെ നിയമം എന്നുള്ളത് അനന്യതാ നിയമം എന്നുള്ളതാണ്. അനന്യതാ നിയമം, ലോ ഓഫ് ഐഡൻറ്റിറ്റി എന്നാണ് ഇംഗ്ലീഷിൽ അതിനെ വിവർത്തനം ചെയ്തിട്ടുള്ളത്. അരിസ്റ്റോട്ടിൽ ഗ്രീസിൽ എഴുതിയിട്ടുള്ളത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത് ആ കാലം മുതൽ തന്നെ മിക്കവാറും പഴയ ഗ്രന്ഥങ്ങളിലായാലും പുതിയ ഗ്രന്ഥങ്ങളിലായാലും ഒക്കെ ലോ ഓഫ് ഐഡൻറ്റിറ്റി എന്നുള്ളതാണ്. ഐഡൻറ്റിറ്റി എന്നുള്ളത് പൊതുവെ ഇന്നിപ്പോൾ ഒരു സംസാര വിഷയവും തർക്ക വിഷയവും ഒക്കെയായി സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇതുമാണ്. ഇവിടെ ആണെങ്കിൽ ഭാഷയിലെ ഐഡൻറ്റിറ്റി എന്നുള്ളതാണ്, ഭാഷാ പദങ്ങളിലെ ഐഡൻറ്റിറ്റി എന്നുള്ളതാണ് പ്രധാനമായി സൂക്ഷിക്കുന്നതെങ്കിലും മിക്കവാറും ഇത് എല്ലാ ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ടും ചർച്ച ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അനന്യതാ നിയമം എന്നുള്ളത് ഈ യഥാർത്ഥത്തിൽ ഒന്ന് മറ്റൊന്ന് അല്ല എന്നുള്ളതാണ്. ഒന്ന് മറ്റൊന്നല്ല. ഇപ്പോൾ ഒരു സാധനം, ഒരു വസ്തു,
ആ വസ്തു എന്ന് പറഞ്ഞാൽ ആ വസ്തുവാണ്. അതിന് മറ്റ് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടാകും. പക്ഷേ ഈ ക്വാളിറ്റീസൊക്കെ ഉൾക്കൊള്ളുന്ന അതിൻ്റെയൊക്കെ ആകത്തുകയായിട്ടുള്ള ഒരു വസ്തു. നമ്മളിപ്പോൾ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അയാളുടെ മൂക്ക്, കണ്ണ്, ചെവി, അങ്ങനെ പലതും ചേർന്നതാണ്. പക്ഷേ ഇതൊക്കെ ചേർന്ന മനുഷ്യൻ എന്നുള്ളത് ആ മനുഷ്യനാണ്. അല്ലെങ്കിൽ ഇത് രാമൻ എന്ന് പറഞ്ഞാൽ രാമൻ തന്നെയാണ്. അല്ലെങ്കിൽ ആലി എന്ന് പറഞ്ഞാൽ ആലി തന്നെയാണ്. ഇപ്പോൾ നമ്മളൊക്കെ മുമ്പ് വ്യാകരണം പഠിക്കുമ്പോൾ രാമൻ കാട്ടിൽ പോയി എന്നാണ് പഠിക്കുക. പിന്നീട് KN എഴുതിയുള്ള ഒരു വ്യാകരണ പുസ്തകത്തിൽ ആലി ദുബായിൽ പോയി എന്നാണ്. അപ്പോൾ ആലി ദുബായിൽ പോയി എന്ന് വാസ്തവത്തിൽ കുട്ടികൾക്ക് എളുപ്പം മനസ്സിലാവും. കാരണം നമ്മളുടെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് അനുഭവമുള്ള ആളുകൾ, എല്ലാ വീടുകളിൽ നിന്നും നാട്ടിൻപുറത്തു നിന്നൊക്കെ ആളുകൾ ദുബായിൽ പോകുന്നു എന്നുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള ഒരു ഉദാഹരണം, ചെറിയൊരു ഉദാഹരണമാണ് തോന്നാം, പക്ഷെ ആ ഉദാഹരണത്തിലൂടെ സംവദിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിന് മുമ്പിലേക്ക് വളരെ എളുപ്പത്തിൽ കുട്ടിക്കും അധ്യാപകനും പറയുമ്പോൾ മനസ്സിലാവുന്ന ചില ഉദാഹരണം. അതുപോലെ നമ്മളിപ്പോൾ ഒരു വസ്തുവിനെക്കുറിച്ച് പറയുമ്പം ഏത് വസ്തുവിനെക്കുറിച്ചും പറയാം നമുക്ക്. പക്ഷേ നമ്മുടെ മുന്നിലുള്ള ഒരു വസ്തു എന്നുള്ളത് അത് മാത്രമാണ്. അത് മാത്രമാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാത്രമല്ല എന്നുള്ളത് നമുക്ക് പറയാനും പറ്റും. പക്ഷേ ഇവിടെ അരിസ്റ്റോട്ടിൽ പറയാൻ ശ്രമിക്കുന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് കാര്യമാണ്. ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് കാര്യം, ഒരു പ്രസ്താവനയുടെ കാര്യം, ഒരു പ്രമാവാക്യം എന്നുള്ള നമ്മൾ തർക്കശാസ്ത്രപരമായി ഉപയോഗിക്കുന്ന വാക്കിനെ സംബന്ധിച്ചുള്ളൂ, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിനെ അല്ലെങ്കിൽ പ്രൊപ്പോസിഷനെ സംബന്ധിച്ചിടത്തോളം, പ്രൊപ്പോസിഷൻ എന്നുള്ളതാണ് ആധുനിക തർക്കശാസ്ത്രഗതികളിലൊക്കെ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു വാക്ക്. യഥാർത്ഥത്തിൽ അവിടെ അരിസ്റ്റോട്ടിൽ എന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് ഇപ്പോഴും ഈ മോഡേൺ ലോജിക്കിൽ മുഴുവൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ആഖ്യാന രീതി ഒന്ന് മാറ്റി എന്ന് മാത്രം. അത് ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു. ചിഹ്നങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ അളവ് സൂചിപ്പിക്കാനുള്ള, നമുക്കിവിടെ ബോർഡും അതുപോലുള്ള സൗകര്യമൊക്കെ ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ ഈ സ്റ്റുഡിയോ വികസിക്കുന്ന ഒരു സന്ദർഭത്തിലാണെങ്കിൽ ഇത് നമുക്ക് ഇത്തരത്തിൽ എങ്ങനെയാണ് ചിഹ്നപരമായി പ്രതിദാനം ചെയ്യുന്നത്, സാധാരണ ഭാഷയിൽ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയിൽ എങ്ങനെയാണ്, ഗണിതശാസ്ത്രപരമായ ഭാഷയിൽ എങ്ങനെയാണ് എന്നൊക്കെയുള്ള വ്യത്യാസങ്ങൾ കൂടി എഴുതി കാണിക്കാം. പക്ഷേ എഴുതി കാണിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇപ്പം ഗോട്ട്ലിബ് ഫ്രിഗയുടെ പേരും അദ്ദേഹത്തിൻ്റെ ലോജിക്കിനെ കുറിച്ചുള്ള വിശദാംശമൊക്കെ ഒരു ക്ലൂ ഇപ്പോൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവതരണങ്ങളിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ അതിനെ അടിസ്ഥാനമായി സ്വീകരിച്ചിട്ട് പിന്നീട് നമ്മൾ ഇതൊക്കെ കണ്ടെത്താൻ മുമ്പാണെങ്കിൽ വലിയ വിഷമമാണ്. മുമ്പിപ്പോൾ ഏഷ്യൻ ഡ്രാമ എന്ന ബുക്ക് നിങ്ങൾ വായിച്ചോ എന്നൊക്കെ അഴീക്കോട് ചോദിക്കുമ്പോൾ നമ്മൾ ലൈബ്രറി മുഴുവൻ പോയി പരിശോധിക്കണമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെ വേണ്ട. ഏഷ്യൻ ഡ്രാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യൻ ഡ്രാമ ബുക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് വരും, അതിൽ വിക്കിപീഡിയയിൽ എന്താ പറയുന്നത് വരും, നമുക്ക് അതുപോലെ അതിൻ്റെ PDF വേണമെങ്കിൽ ചിലപ്പോൾ വായിക്കാൻ ലഭിച്ചു എന്ന് വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ എഴുതി കാണിക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് ഇതിനെ ശ്രോതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഈ ഒരു കാലത്തില്ല. പക്ഷെ അത് ഈ പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചെയ്യുമ്പോൾ അവർ, പ്രത്യേകിച്ച് ഈ അധ്യാപക വർഗത്തിനെ സംബന്ധിച്ചിടത്തോളം കുറേ ശീലങ്ങളുണ്ടല്ലോ, ആ ശീലത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് അത് ഒരു എളുപ്പം ഉണ്ടാക്കി എന്ന് വരും. അത്രയേ ഉള്ളൂ. അത് കൂടി ഞാൻ സൂചിപ്പിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ ലോ ഓഫ് ഐഡൻറ്റിറ്റി, അനന്യതാ നിയമം, ഒന്ന് എന്താണോ അത് തന്നെയായിരിക്കും. ഏ എന്നാണ് അത് ഇന്നത്തെ ഒരു ഭാഷയിൽ പരാവർത്തനം ചെയ്യുന്നത്. ഏ തന്നെയാണ്. സോക്രട്ടീസ് മാത്രമാണ്, പ്ലാറ്റോ മാത്രമാണ്, ഇന്ത്യ മാത്രമാണ്, കേരളം മാത്രമാണ്, മലയാളം മാത്രമാണ്, അങ്ങനെ നമുക്ക് പറയാം. പക്ഷേ അതിനകത്തുള്ള മറ്റ് സങ്കീർണതകളും അതിൻ്റെ വൈരുദ്ധ്യങ്ങളും അതിൻ്റെ വിമർശനങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. തീർച്ചയായും അതിലേക്ക് പിന്നീട് വരാം. അപ്പോൾ ഈ ഒരു യുക്തി ഉപയോഗിച്ചാണെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പം അത് ശരിയെങ്കിൽ ശരി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇഫ് ഇറ്റ് ഈസ് ട്രൂ, ഇറ്റ് ഈസ് ട്രൂ. അത് ശരിയാണെങ്കിൽ ശരിയാണ്, ആണെങ്കിൽ ആണ്. അതിൻ്റെ ഒരു വിപുലീകരണം, അത് കുറച്ചുകൂടി ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി രണ്ടാമത്തെ നിയമം അരിസ്റ്റോട്ടിൽ മുന്നോട്ട് വെക്കുന്നത് ലോ ഓഫ് നോൺ കോൺട്രഡിക്ഷൻ എന്നാണ്. വൈരുദ്ധ്യരഹിത നിയമം. സ്റ്റേറ്റ്മെൻറ്റുകളിൽ വൈരുദ്ധ്യം ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ ഒരേ കാര്യം പറയുമ്പം അതിൻ്റെ തന്നെ വിരുദ്ധത കൂടി അന്തർഭവിച്ച രീതിയിലാണ് അത് പറയുന്നതെങ്കിൽ
അതിൽ നമ്മളുടെ പൊസിഷൻ, നമ്മളുടെ നിലപാട് ഇതിലൊരു പ്രശ്നമുണ്ട്. ഇപ്പം മെക്മോഹൻ രേഖയെക്കുറിച്ച് പറയുമ്പോൾ ചൈനീസ് ഈ യുദ്ധകാലത്ത് നമ്മളൊക്കെ കുട്ടികളായ കാലത്താണ്. പക്ഷേ ഞാൻ എൻ്റെ സഹോദരൻ പട്ടാളത്തിലൊക്കെ ആയതുകൊണ്ട് ആ സന്ദർഭം എപ്പോഴും ഓർക്കുന്ന ഒരു ഇത് കൂടിയാണ്. അവിടെ ഈ മെക്മോഹൻ രേഖയെക്കുറിച്ച് പറയുമ്പോൾ EMS ചൈന അവരുടേതെന്നും ഇന്ത്യ നമ്മുടേതെന്നും പറയുന്ന രേഖ എന്ന് പറഞ്ഞത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് ഇതായിരുന്നു. EMS വളരെ വിശാലമായ അർത്ഥത്തിൽ പറഞ്ഞതാണ്. കാരണം ഒരു അന്തർദേശീയ സങ്കല്പമൊക്കെ സ്വായത്തമാക്കിയുള്ള ആദ്യകാല കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലാണ്. അതിരുകളില്ലാത്ത ഒരു ലോകം ആണല്ലോ വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ ആ അർത്ഥത്തിലാണ് ആയിരിക്കണം തീർച്ചയായും ഈ ഒരു പരാമർശം. അപ്പോൾ അന്നൊക്കെ ചൈനീസ് ചാരന്മാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ മുദ്ദകുത്തുകയും ആ രീതിയിലുള്ള വലിയ രീതിയിലുള്ള വാദകോലാഹലങ്ങളും വിവാദ കോലാഹലങ്ങളും ഒക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തത് എപ്പോഴും ഓർക്കാവുന്ന ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ്. അല്ലെങ്കിൽ ഈ അതിരുകൾ എന്ന് പറയുന്നത് തന്നെ വലിയൊരു സാങ്ക്ടിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ റെഡ് ക്ലിഫ് ബ്രൗൺ ആണ് മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഇന്ത്യക്കും പാകിസ്ഥാനിലും ഇടയിൽ ഒരു രേഖ വരച്ചിട്ടുള്ളത്. ആ ഒരു രേഖയാണ് ഇപ്പോഴും അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ട് നമ്മൾ രണ്ട് രാജ്യങ്ങൾ. അപ്പോൾ അതുപോലെ അവിടെ ലോ ഓഫ് നോൺ കോൺട്രഡിക്ഷൻ എന്നുള്ള വൈരുദ്ധ്യരഹിത നിയമം എന്നാണ്. അപ്പോൾ ഈ വൈരുദ്ധ്യരഹിത നിയമം പിന്തുടരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് ചോദ്യം ചെയ്യാം. കാരണം ഇത് ഇന്ത്യനാണ് ഇന്ത്യൻ്റെ, അവരതാണെങ്കിൽ അവരത്. അപ്പോൾ ഇത് തന്നെയാണ് ഇതിൻ്റെ മൂന്നാമത്തെ നിയമം. അല്ല, ഒറ്റ നിയമമാണ് യഥാർത്ഥത്തിൽ. ഇത് മൂന്നും നിയമം എന്ന രീതിയിൽ ഇതിനെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. കാരണം മൂന്നാമത്തെ നിയമം ലോ ഓഫ് എക്സ്ക്ലൂഡഡ് മിഡിൽ എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ ലോ ഓഫ് എക്സ്ക്ലൂഡഡ് മിഡിൽ എന്നുള്ളത് നമ്മുടെ ഇദ്ദേഹം പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് നിർമധ്യ നിയമം എന്നാണ്. നിർമധ്യ നിയമം എന്നുള്ളത് അത് പ്രത്യേകിച്ച് ഈ സില്ലോജിസവുമായി ബന്ധപ്പെട്ടുകൂടി ആണ് ആ ഒരു പരിഭാഷ ഇദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. ഈ KN അഹമ്മദ് സ്വീകരിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മധ്യപദങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സില്ലോജിസത്തിലുള്ള ചില ഭാഗങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഇത് നിരന്തരം അദ്ദേഹം ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ നിർമധ്യപദം എന്നുള്ളത് മധ്യത്തിലൊരു സ്ഥാനമില്ല എന്നുള്ളതാണ്. അതായത് ഇന്ത്യ ഇന്ത്യയുടേതെന്നും ചൈന ചൈനയുടേതെന്നും നമ്മളതെന്നും അവരവരുടേതെന്നും ഇത് രണ്ടിലൊന്നാണ് എന്നുള്ളതാണ്. ഒന്നുകിൽ നമ്മളതാണ് അല്ലെങ്കിൽ അവരുടേതാണ്. അപ്പോൾ ഈ ഒരു പൊസിഷൻ എടുക്കണം. A or B, ട്രൂ ഓർ ഫാൾസ്, ഇത് ശരിയുമാണ് ഇത് തെറ്റുമാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഒറ്റയല്ല ഇരട്ടയല്ല ഒരട്ട എന്നൊക്കെ ആളുകൾ കളിയാക്കി സാധാരണ നാടൻ ഭാഷയിൽ പറയുമല്ലോ, അതുപോലുള്ള ഒരു പ്രയോഗമായി പറയും. കാരണം നമ്മളൊരു പൊസിഷൻ എടുക്കുമ്പോൾ ഇതൊന്നുകിൽ ശരിയാണെന്ന് പറയണം അല്ലെങ്കിൽ തെറ്റാണ് എന്ന് പറയണം. അപ്പോൾ ശരിയുമാണ് തെറ്റുമാണ് എന്ന് പറയാൻ പറ്റില്ല ഒരു കാര്യത്തെക്കുറിച്ച്. അതാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്, ഇറ്റ് ഈസ് ഐദർ ട്രൂ ഓർ ഫാൾസ്, ഇറ്റ് ഈസ് ഐദർ ഗുഡ് ഓർ ബാഡ്, ഇറ്റ് ഈസ് ഐദർ പ്ലഷർ ഓർ ഡിസ്പ്ലഷർ. ഒന്നുകിൽ ഇത് സന്തോഷമുള്ളതാണ് അല്ലെങ്കിൽ ദുഃഖമുള്ളതാണ്. എല്ലാവരെ സംബന്ധിച്ചൊന്നും അതിനർത്ഥമില്ല. ആസ് ഫാർ ആസ് യു ആർ കൺസേൺഡ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെ ഈ സ്ഥലത്തെ, അത് അരിസ്റ്റോട്ടിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഒരു നിശ്ചിത സമയത്ത് നിശ്ചിത കാലത്ത് നിശ്ചിത ദേശത്ത് ഒരു കാര്യം, അതുപോലെ ഒരു നിശ്ചിത ടെക്സ്റ്റിനകത്ത് ഒരു കാര്യം, ഒരു ടെക്സ്റ്റിനകത്ത് ഓതർ എന്താണോ ഉദ്ദേശിച്ചത് അതൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരുപാട് തർക്കങ്ങളും ഒരുപാട് ചർച്ചകളും അപനിർമ്മാണ ദർശനം വരെ എത്തി നിൽക്കുന്ന ഒരു മണ്ഡലം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവിക ഇതെല്ലാം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് പ്രതിചിന്തകൾ മനസ്സിലേക്ക് ആർക്കും കടന്നു വരികയും വേണം. പക്ഷേ ലോസ് ഓഫ് തോട്ട് എന്നുള്ളത് നമ്മൾ ഫോർമൽ ലോജിക്കിനെ സംബന്ധിച്ചിടത്തോളം, രൂപപരമായ ലോജിക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ഈ രൂപപരമായ ലോജിക്ക് എന്നുള്ളത് വളരെ രസകരമായൊരു സംഭവമാണ്. കാരണം അത് രൂപത്തിൽ ആണ് അതിൻ്റെ ശരിതെറ്റുകൾ തീരുമാനിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ പിന്നെ 1945 ശേഷം അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം എല്ലാ രാജ്യങ്ങളും അതിൻ്റെ അതിരുകൾ പുനർനിർണയിച്ചു എന്ന് പറഞ്ഞു. ഇന്ത്യ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സ്വതന്ത്രമായിട്ടുള്ളൊരു രാജ്യമാണ്. അതുകൊണ്ട് ഇന്ത്യയും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം
അതിരുകൾ പുനർനിർണയിച്ച ഒരു രാജ്യമാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വേഗത്തിൽ എളുപ്പത്തിൽ ഇതിൻ്റെ ക്രമത്തിൽ നിന്ന് ഇതിൻ്റെ അനുമാനം ശരിയാണെന്ന് പറയാൻ പറ്റും. കാരണം എന്താ, എല്ലാ രാജ്യങ്ങളും ഇങ്ങനെയാണെങ്കിൽ, ഇന്ത്യയും ഇങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഇന്നേതുപോലെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഒരു പൊതുവായിട്ടുള്ള സാമാന്യമായ സങ്കല്പത്തിൽ നിന്ന് നമ്മളൊരു പ്രത്യേക കൺക്ലൂഷനിലേക്ക് വരികയാണ്. അവിടെ എല്ലാ രാജ്യങ്ങളും 1945 ശേഷം അല്ലെങ്കിൽ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം സ്വതന്ത്രമായോ ഇല്ലയോ എന്നുള്ള വസ്തുതാപരമായ യാഥാർത്ഥ്യം നമ്മൾ പരിശോധിക്കില്ല. അതാണ് അരിസ്റ്റോട്ടലിനെതിരായ ഒരു വിമർശനവും അവിടെയാണ്. പക്ഷേ വിമർശനത്തിന് സാങ്കത്യമുണ്ട്. അതേസമയം വിമർശനത്തിൻ്റെ സന്ദർഭത്തിൽ നിന്ന് വ്യത്യസ്തമായി അരിസ്റ്റോട്ടിൽ പറയുന്ന അർത്ഥത്തിൽ അതിന് വേറിട്ടൊരു നിലനിൽപ്പുണ്ട്. കാരണം ഈ 1945 മുമ്പ് എല്ലാ രാജ്യങ്ങളും സ്വതന്ത്രമായോ ഇല്ലയോ എന്ന പൊതുവായ ഒരു സങ്കല്പം നമ്മൾ ചോദ്യം ചെയ്യേണ്ട, വസ്തുതാപരമായി ചോദ്യം ചെയ്യാം. പക്ഷേ ഇവിടെ ഈ സംബന്ധിച്ച് ഇപ്പോൾ എല്ലാ മനുഷ്യരും മരിക്കും. വളരെ ലളിതമായി എന്നും ലോജിക്കൽ പറയുന്ന ഉദാഹരണം അതാണല്ലോ, എല്ലാ മനുഷ്യരും മരിക്കും. ഗോപാലകൃഷ്ണൻ ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് ഗോപാലകൃഷ്ണൻ മരിക്കും. അല്ലെങ്കിൽ രാജേഷ് ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് രാജേഷും മരിക്കും. ഇത് നമുക്ക് എല്ലാ മനുഷ്യരും മരിക്കാത്ത ഒരു കാലം വന്നാലോ? വന്നുകൂടായികയൊന്നുമില്ല. ശാസ്ത്രീയ രീതിയിൽ ഒക്കെ വികസിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിന് വലിയ രീതിയിലുള്ള പഠന പ്രക്രിയകൾ, ഗവേഷണ പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ ഒരാളെ സ്പെസിഫിനായെങ്കിലും മരിക്കാതെ സൂക്ഷിക്കുന്ന ഒരു കാലം വന്നാൽ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റുകളെ വസ്തുനിഷ്ഠമായി ഇതിൻ്റെ ശരിതെറ്റുകളെ, ഇതിൻ്റെ വാലിഡിറ്റിയെ അത് ബാധിക്കാം. പക്ഷേ അവിടെയാണ് അതിൻ്റെ പ്രത്യേകത. ഓൾ മെൻ ആർ മോർട്ടൽ ആൻഡ് സോക്രട്ടീസ് ഇസ് എ മാൻ, ഈസ് മോർട്ടൽ. അതാണ് അതിൻ്റെ ചുരുക്കം. എല്ലാ സ്വതന്ത്ര രാജ്യങ്ങളും 1945 ശേഷം അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അതിൻ്റെ അതിർത്തികൾ പുനർനിർണയിച്ചുവെങ്കിൽ ഇന്ത്യ 1945 ശേഷം മാത്രം സ്വതന്ത്രമായ ഒരു രാജ്യവുമാണെങ്കിൽ ഇന്ത്യയും അതിൻ്റെ അതിർത്തികൾ പുനർനിർണയിച്ചു എന്നതിന് നമ്മൾ അങ്ങനെ ഒരു രേഖ ഉണ്ടാക്കിയോ ഇല്ലയോ എന്ന് പരിശോധിക്കാതെ ഈ യുക്തിയെ ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് അതിൻ്റെ ശരി തെറ്റ് തീരുമാനിക്കാൻ പറ്റും എന്നാണ് അരിസ്റ്റോട്ടലിൻ്റെ ഒരു വാദം. അത് കാരണം അതിൻ്റെ ഫോമിൽ നിന്നാണ്, അതിൻ്റെ യുക്തി എന്നുള്ളത് അതിൻ്റെ രൂപത്തിൽ നിന്നാണ്. ഇഫ് എ ഈസ് ബി ആൻഡ് ബി ഈസ് സി, ദെൻ എ ഈസ് സി. എ ബിക്ക് തുല്യമാണ്, ബി സിക്കും തുല്യമാണ്, അപ്പോൾ എ സിക്ക് തുല്യമാണ്. ഈ ഒരു യുക്തിയുടെ പാറ്റേണാണ് ഈ തർക്കരൂപങ്ങളിൽ അരിസ്റ്റോട്ടിൽ പിന്തുടരുന്നത്. ആ ഒരു തർക്കരൂപത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ശരിയും തെറ്റും ഒരേ സമയമാകാനുള്ള അവസരം ലഭിക്കുന്നില്ല. അവിടെ ഒന്നുകിൽ ശരി അല്ലെങ്കിൽ തെറ്റ്, ഒന്നുകിൽ ഇപ്പുറത്ത് അല്ലെങ്കിൽ അപ്പുറത്ത്, ഈ രീതിയിലുള്ള സാധ്യത മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് അരിസ്റ്റോട്ടലിൻ്റെ തർക്കശാസ്ത്രം നമ്മുടെ പ്രസ്താവങ്ങളിലുള്ള യുക്തിപരമായ നിലപാടുകളിലുള്ള ആവിഷ്കാരത്തെ സംബന്ധിക്കുന്ന ഒരു ഗൗരവമായ ആലോചനയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വളരെ വിശദമായിട്ടുള്ള സ്കീം പല രീതിയിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് പൊതുവായിട്ടുള്ള പ്രസ്താവങ്ങൾ, സാമാന്യവൽക്കരിക്കപ്പെടുന്ന പദങ്ങൾ അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്, വിശേഷമായിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള പർട്ടിക്കുലറായിട്ടുള്ള പദങ്ങൾ അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഇപ്പം പ്രത്യേകമായിട്ടുള്ള, ഇപ്പം ചില മനുഷ്യർ എന്ന് പറയുമ്പോൾ, ചില മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാളെങ്കിലും ഉണ്ടാവണമല്ലോ അതിൽ. ചില മനുഷ്യരങ്ങനെയാണ്, എല്ലാ മനുഷ്യരും അങ്ങനെയാണെന്ന് പറയുമ്പോൾ അത് നമ്മൾ മുഴുവൻ മനുഷ്യരെക്കുറിച്ചും ഒരു സങ്കല്പത്തിലെത്താൻ നമുക്ക് കഴിയണം. എല്ലാ മനുഷ്യർക്കും ഭക്ഷണം വേണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ചില മനുഷ്യർ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ചില മനുഷ്യരുടെ സവിശേഷമായ സ്വഭാവം അവിടെ. അപ്പോൾ ഈ സം എന്നുള്ളത്, ഓൾ എന്നുള്ളത്, അതായത് സാർവത്രികമായ പ്രസ്താവങ്ങളും സാർവത്രികമായ സാധുതയുള്ള പ്രസ്താവങ്ങളും അങ്ങനെ ഇല്ലാത്ത പ്രസ്താവങ്ങളും, ഇങ്ങനെ പ്രസ്താവങ്ങളെ വേർതിരിക്കാനുള്ള, പ്രമാവാക്യങ്ങളെ ആവിഷ്കരിക്കാനുള്ള തത്വചിന്തയ്ക്ക് ഒരു പ്രത്യേകമായ ഒരു പാറ്റേൺ സാധ്യമാകുമോ എന്നുള്ള ഒരു ഗൗരവമായ അന്വേഷണം 2300 കൊല്ലങ്ങൾക്കപ്പുറത്ത്
നടത്തിയത് നമുക്ക് അരിസ്റ്റോട്ടിലിൻ്റെ രചനകളിൽ കാണാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സൗന്ദര്യശാസ്ത്ര സങ്കല്പമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അടുത്ത ദിവസം വേറിട്ട, കാരണം അദ്ദേഹത്തിൻ്റെ കത്താർസിസും അതുപോലുള്ള തിയറിയൊക്കെ ഇമിറ്റേഷനെ സംബന്ധിക്കുന്നതൊക്കെ വളരെ ഗൗരവമായിട്ടുള്ള, ഇപ്പോഴും സാഹിത്യം പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും തത്വചിന്തയോ സാമൂഹ്യശാസ്ത്രപരമായിട്ടുള്ള വിഷയങ്ങൾ പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വളരെ പ്രാധാന്യത്തിൽ പിന്തുടരുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതിനേക്കാളൊക്കെ യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ളൊരു വൈജ്ഞാനിക ശാഖ തന്നെയാണ് തർക്കശാസ്ത്രപരമായി അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന വളരെ സുദീർഘമായിട്ടുള്ള, വിപുലമായിട്ടുള്ള, ഗഹനമായിട്ടുള്ള ചിന്തകൾ. ഇതിനെതിരായിട്ടുള്ള പിൽക്കാലത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രഗയുടെയും അതുപോലെ റസലിൻ്റെയും ഒക്കെ വിമർശനങ്ങളുണ്ട്. അവ കൂടി പരാമർശിക്കേണ്ടത് തീർച്ചയായും ഇതിൻ്റെ ഈ അരിസ്റ്റോട്ടലിൻ്റെ അവതരണത്തിൻ്റെ ചില സന്ദർഭങ്ങളിൽ അതുകൂടി അവതരിപ്പിക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. ഈ തർക്കശാസ്ത്രത്തിൻ്റെ, പ്രത്യേകിച്ച് ഈ അരിസ്റ്റോട്ടലിൻ്റെ തർക്കശാസ്ത്രത്തിൻ്റെ വിശദമായ ഒരു പഠനത്തിന് ഒരുപാട് പുസ്തകങ്ങൾ ഇന്ന് ലഭ്യമാണ്. അതുകൊണ്ട് തീർച്ചയായും ഞാനിതിൽ നൽകിയുള്ള ഇമെയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അവതരിപ്പിക്കാവുന്നതാണ്. കഴിഞ്ഞ അധ്യായത്തിലും എൻ്റെ ഇമെയിൽ വിലാസം കൊടുത്തെങ്കിലും യാതൊരു തരത്തിലുള്ള നിർദ്ദേശങ്ങളും അതിൽ വന്നതായി കണ്ടില്ല. സുഹൃത്തുക്കൾ വിളിക്കുന്നതല്ലാതെ മറ്റ് നിർദ്ദേശങ്ങളൊന്നും അതിൽ കണ്ടിട്ടില്ല. അതുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അവതരണം ഞാനിവിടെ അവസാനിപ്പിക്കാം.